കഴിഞ്ഞ ദിവസം നമ്മളുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കർ താലിബാനുമായി നേരിട്ട് സംസാരിച്ചു. ഇതാദ്യമായാണ് ഇന്ത്യ താലിബാൻ ഭരണകൂടവുമായി നേരിട്ട് ഒഫീഷ്യലായി സംസാരിക്കുന്നത്. ഇതിന് തൊട്ടു പിന്നാലെ ആ ഞെട്ടിക്കുന്ന വാർത്തയെത്തി. 2021 ഇന്ത്യ ഒപ്പിട്ട ഒരു കരാർ ഉണ്ടായിരുന്നു. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ചേർന്ന് ഒപ്പിട്ട ഒരു കരാർ. ആ കരാർ താലിബാൻ ഭരണത്തിൽ ഏറിയതിനു ശേഷം ഇന്ത്യ അത് മരവിപ്പിച്ചിരിക്കുകയായിരുന്നു. അത് മുമ്പോട്ട് കൊണ്ടുപോയിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ആ കരാറിന് ഇന്ത്യ അനുമതി നൽകിയിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ കരാർ നടപ്പാക്കാനുള്ള ഒരു തീരുമാനവും എടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇതിൽ പാകിസ്ഥാന് വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ബലൂചിസ്ഥാനിലും പക്തൂൺ മേഖലയിലുള്ള ജനങ്ങൾ ആഹ്ലാദത്തിലുമാണ്. എന്താണ് ആ വാർത്ത എന്ന് ചോദിച്ചാൽ, കാബൂൾ നദിയിൽ ഇന്ത്യ ഒരു അണക്കെട്ട് നിർമ്മിക്കുന്നു. ഇന്ത്യയുടെ സാമ്പത്തികവും സാങ്കേതിക സഹായത്താലാണ് ഈ അണക്കെട്ട് നിർമ്മിക്കുന്നത്. ഷഹദൂദ് അണക്കെട്ട് എന്നാണ് ഇതിന്റെ പേര്. ഷഹദൂദ് അണക്കെട്ട് നേരത്തെ തന്നെ നിർമ്മിക്കേണ്ടതായിരുന്നു ഇന്ത്യ. 2021 കരാർ ഒപ്പിട്ടത്. പക്ഷെ താലിബാൻ കയറിയത് മൂലം അതുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ താലിബാനെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മുൻപോട്ട് പോവുകയും നമ്മുടെ കേന്ദ്രമന്ത്രി താലിബാൻ ഭരണകൂടത്തെ വിളിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും കാബൂൾ നദിയിൽ നിർമ്മിക്കുന്ന ലാലന്തൻ ഷഹദൂദ് അണക്കെട്ട് കൊണ്ട് കാബൂളിലും അതിന്റെ പരിസര പ്രദേശങ്ങളിലുമുള്ള 2.5 കോടി ജനങ്ങൾക്ക് ശുദ്ധജലം ലഭ്യമാകും. ആ ശുദ്ധജലം ലഭ്യമാക്കാനുള്ള മൾബറി അണക്കെട്ടാണ് ഇന്ത്യ നിർമ്മിക്കുന്നത്. ഒപ്പം തന്നെ ഖൈബർ പക്തൂൺ മേഖലയിലും ബലൂജ് മേഖലയിലുമൊക്കെ ജലസേചനത്തിന് അത് ഒരുപാട് ഗുണം ചെയ്യുകയും ചെയ്യും. ഹിന്ദുക്കുഷ് പർവ്വതനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കാബൂൾ നദി പാകിസ്ഥാനിലെ ഖൈബർ പക്തൂൺ മേഖലയിൽ അടക്കം പ്രവേശിച്ചാണ്, പാകിസ്ഥാനിലൂടെയാണ് അത് ഒഴുകുന്നത്. സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതിലൂടെ കിഴക്കൻ ഭാഗത്തേക്ക്, അതായത് പാകിസ്ഥാന്റെ കിഴക്കൻ ഭാഗത്തേക്കുള്ള വെള്ളം കൂടി മുട്ടിച്ച് അവർ വരൾച്ചയിലേക്ക് നീങ്ങുമ്പോൾ പടിഞ്ഞാറ് ഭാഗത്തും ഇന്ത്യ അണക്കെട്ട് നിർമ്മിക്കുന്നു. ആ അണക്കെട്ട് കൂടി ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ പാകിസ്ഥാന്റെ പടിഞ്ഞാറ് ഭാഗവും വെള്ളം കിട്ടാത്ത അവസ്ഥയിലാകും. വെള്ളം കിട്ടാതെ മരിക്കുന്ന അവസ്ഥയിലായിരിക്കാം ഒരുപക്ഷെ ഭാവിയിലെ യുദ്ധം. പണ്ടാരോ പറഞ്ഞതുപോലെ ഇനി ഒരു യുദ്ധം ജലത്തിന് വേണ്ടി ആയിരിക്കുമെന്ന്. ഒരുപക്ഷെ അത് ഇവിടെ നിന്നാകാം. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.